ശ്രീലാൽ, ഞാനിതാ ഒരു കാർഡ് കാണിച്ചു തരാം, ഒന്ന് നോക്കൂ. ഒരു കണക്കാണതും. ഇതാ നോക്കൂ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ തന്നെ ആളുകൾ പറയും ഇത് ലോക്സഭയല്ലേ നിയമസഭയല്ലേ പാറ്റേൺ രണ്ടല്ലേ. ഞാൻ അംഗീകരിച്ചു. പക്ഷേ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്ന ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നോക്കൂ, 56,363. നിലമ്പൂരിലേതാണ് കേട്ടോ. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വന്ന് മത്സരിക്കുമ്പോൾ 65,132 പ്രിയങ്കയ്ക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടിയത് തൊട്ട് പുറകെ വന്ന അതേ മണ്ഡലത്തിലെ അതേ വോട്ടർമാർ ഫേസ് ചെയ്ത തെരഞ്ഞെടുപ്പിൽ 11,077. ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടതായി വരുന്നത്, ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ഏത് സാഹചര്യത്തിലായാലും മറ്റെല്ലാം മറന്ന് കോൺഗ്രസിനും UDFനും അനുകൂലമായി പരമാവധിയിൽ വോട്ട് ചെയ്യാനും ഏറ്റവും വലിയ ഭൂരിപക്ഷം, അതായത് കോൺഗ്രസിനെ പോലും അമ്പരപ്പിക്കും വിധത്തിലേക്കുള്ള ഭൂരിപക്ഷം നൽകാൻ ഈ മണ്ഡലത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെ 2 തവണ ശീലിച്ചു. അങ്ങനെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 65,000 ഭൂരിപക്ഷമെങ്കിൽ 66,000 സ്വരാജ് ഇപ്പോൾ പിടിച്ച വോട്ട്, LDF പിടിച്ച വോട്ട്. അത്രയും തന്നെ ഭൂരിപക്ഷം, ഏതാണ്ട് അതിനടുത്ത് ഭൂരിപക്ഷം വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, വോട്ടർമാരുടെ മൈൻഡ് സെറ്റ്, ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ബസ്റ്റ് ചെയ്ത് UDFന് അനുകൂലമായി ഇങ്ങനെ വോട്ട് പമ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു മനോഭാവം അവിടുത്തെ വോട്ടർമാർക്കിടയിലുണ്ട്, യാതൊരു സംശയവുമില്ല. കാരണം 2 തെരഞ്ഞെടുപ്പിൽ കണ്ടു, ലോക്സഭയിലേക്കായാലും നിയമസഭയിലേക്കായാലും. മാത്രമല്ല, ഇതേ പ്രിയങ്ക ഗാന്ധി അവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ഏറ്റവും അവസാനം എല്ലാ പഞ്ചായത്തിലും റോഡ് ഷോ നടത്തിയും ആളുകളെ ഇറക്കി അവരുടെ ക്യാമ്പിനെയും വോട്ടർമാരെയും എല്ലാം സജീവമായി നിർത്തിയിട്ടും 65,000 നിന്നൊരു ഡിപ്പ് വരുന്നത് എത്രയാണ്? 11,000-ലേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കണക്കുകൾ നിസ്സാരമല്ലല്ലോ. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നത് പോലെ ഒരു സർക്കാർ വിരുദ്ധ മനോഭാവം, മുഖ്യമന്ത്രി വിരുദ്ധ മനോഭാവം, പിണറായിസം എന്ന് അൻവർ പറയുന്നതുണ്ട് എങ്കിൽ ഇതാകുമായിരുന്നില്ലല്ലോ വിജയത്തിൻ്റെ ഒരു സ്കെയിൽ എന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. ശ്രീലാൽ, തീർച്ചയായും ശരത്ത് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വോട്ടെടുപ്പല്ലേ, ഇത് നിയമസഭയിലേക്കല്ലേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ വളരെ ശരിയാണ്. കാരണം ആ വികാരം ഇവിടെ പ്രതിഫലിച്ചിട്ടില്ല. നിയമസഭയിലേക്ക് ഉള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം അതിവിടെ പതിഞ്ഞിട്ടില്ല. അതേസമയം ലോക്സഭയിലേക്കായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ടായിരുന്ന ഒരു വലിയ ആവേശം അത് പതിഞ്ഞിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇതിനകത്ത്. എപ്പോഴും ശരത്ത്, ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏതൊരു ഉപതെരഞ്ഞെടുപ്പും അതിൽ സർക്കാർ പക്ഷം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ആരോപണം തന്നെയാണ് അത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത്. അത് അങ്ങനെ തന്നെ ഉണ്ടാകാറുള്ളതും ഇവിടെ അത് തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഈ വോട്ടെടുപ്പിനും ഈ റിസൾട്ടിനും വോട്ടെടുപ്പിനും മുമ്പുള്ള ഒരു ഘട്ടത്തിലേക്ക് കൂടിയുണ്ട്. അതായത് പ്രചാരണ ഘട്ടത്തിൽ എത്ര സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എത്ര പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയതെന്നുള്ളതുണ്ട്. ആകപ്പാടെ ഉയർന്ന ഒരു വിഷയം അത് വനം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. അതിനപ്പുറത്തേക്ക് എത്ര വിഷയങ്ങൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. പിന്നെ അവിടെ ഉണ്ടായത് ഈ പറയുന്ന ഹൈവേയിൽ ദേശീയപാതയിലുണ്ടായ അപകടമാണ്. ദേശീയപാതയിലുള്ള ആ ഒരു പ്രതിസന്ധി, ആ ദേശീയപാതയിലെ ഈ വിള്ളലും അവിടെ നിന്നുണ്ടായ പ്രശ്നങ്ങൾ പോലും സംസ്ഥാന സർക്കാരിൻ്റെ പരാജയമാണ്, അല്ലെങ്കിൽ സർക്കാരാണ് കാരണം എന്നുള്ള ഒരു നറേഷൻ ഉണ്ടാക്കി. ആ നറേഷന് നൽകിയ വിശദീകരണം എന്തായിരുന്നു? സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നില്ല, അവർക്കെതിരെ വലിയ ആക്രമണം നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു. ഒരു ഹൈവേ ഉണ്ടാകുമ്പോൾ ആ ഹൈവേ നമ്മൾക്ക് ഗതാഗത യോഗ്യമായി തുറന്നു തരുമ്പോഴാണ് നമുക്കതിൽ യാത്ര ചെയ്യാനുള്ള നമ്മളെ യാത്ര ചെയ്യാൻ അവരനുവദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളതിലൂടെ യാത്ര ചെയ്യുന്നു, അത് നമ്മുടെ സാഹചര്യങ്ങളുടെയും നമ്മുടെ സൗകര്യത്തിൻ്റെയും പോലും നമ്മൾ അനുവദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന നറേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ള എത്ര വലിയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി കൊണ്ടുവന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു കാര്യം. 2, ഈ ഒരു നറേഷനാണ്, ഈ നറേഷൻ കുറച്ച് കാലമായി ഉണ്ടാകുന്ന നറേഷനാണ്. ഈ നമ്മുടെ നാട്ടിലെ കൺവെൻഷനൽ മീഡിയ ഈ നറേഷന് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. 1 or 2 മാധ്യമങ്ങൾ അല്ല ഈ പറയുന്ന ഒരു പക്ഷേ കൈരളി നിന്ന് ചില പ്രശ്നങ്ങളുണ്ടാകും, ചില ചോദ്യങ്ങൾ ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പല നേതാക്കളുടെയും വാർത്താ സമ്മേളനത്തിൽ പോയി കൈരളി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ചോദ്യം, കൈരളിയല്ലേ, നിങ്ങൾ ചോദിക്കുമെന്നുള്ളതാണ്. മറ്റൊരാളും ഇതിന് ഇപ്പോൾ ഈ ഒരു നറേഷൻ പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഈ ഹൈവേ തകർന്നതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ വലിയ പ്രതിഷേധം ഉയർത്തിയില്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈരളിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. മറ്റുള്ള കൺവെൻഷണൽ മീഡിയ അതിന് ഇടപെടുന്നില്ല എന്നുള്ള വലിയ ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട ഒരു തലത്തിലേക്ക് ഈ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതിനോടൊപ്പമാണ് ഈ ഒരു നറേഷൻ ഉണ്ടാകുന്നത്. ഈ നറേഷനിൽ എത്ര വിഷയങ്ങൾ ഉയർത്തി എന്നുള്ള ചോദ്യത്തിന് മറുപടിയാകുമ്പോൾ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിനുള്ള മറുപടിയാകും അത്.